വയനാടിനെ പിടിച്ചുയർത്താൻ ഡിവൈഎഫ്ഐ കാട്ടായിക്കോണം മേഖലാ കമ്മിറ്റിയുടെ ചായപ്പീടികയും റീബിൽഡ് വയനാട് ക്യാമ്പയിൻ്റെ ഭാഗമായി 2 ദിവസത്തേക്കാണ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചായപ്പീടിക ചലഞ്ച്. ചായപ്പീടിക വരുമാനത്തിനൊപ്പം കമ്മിറ്റി നേതാക്കളായ സുർജിത്ത് ശരണ്യ ദമ്പതികളുടെ മകൾ സ്വർണ്ണക്കമ്പലും സംഭാവനയായി നൽകി മാതൃകയായി. വയനാടിനെ പിടിച്ചുയർത്താനുള്ള ശ്രമത്തിലാണ് കേരളം. ഇതിന്റെ ഭാഗമായാണ് ഡിവൈഎഫ്ഐയുടെ റീബിൽഡ് വയനാട് ക്യാമ്പയിന്റെ ഭാഗമായി കാട്ടായിക്കോണം മേഖലാ കമ്മിറ്റി ചായപ്പീടിക ചാലഞ്ച് തുടങ്ങിയത്. കുഞ്ഞുമക്കൾ കുടുക്ക പൊട്ടിച്ച് അതിലെ ചില്ലറ തുട്ടുകൾ നൽകുന്ന സംഭാവന മുതൽ ഇതുപോലെ നിരവധി സ്നേഹത്തിൻ്റെ തട്ടുകടകൾ സ്ഥാപിച്ചുകൊണ്ട് ഇതിൽ നിന്നുള്ള വരുമാനം റീബിൽഡ് കേരള പദ്ധതിക്ക് വേണ്ടി നൽകുകയാണ്. ചായപ്പീടിക വരുമാനത്തിനൊപ്പം കമ്മിറ്റി നേതാക്കളായ സുർജിത്ത് ശരണ്യ ദമ്പതികളുടെ മകൾ അലയിടയുടെ സ്വർണ്ണക്കമ്മലും സംഭാവന നൽകി മാതൃകയായി. കുഞ്ഞുങ്ങൾ, അവരുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, അവർക്ക് വേണ്ടി പണിയുന്ന വീട്. അപ്പോൾ അലയിടയുടെ മാതാപിതാക്കൾ ഇങ്ങനെ ഒരു തീരുമാനമാണ് എടുത്തത്. സ്വർണം അനേകം മനുഷ്യരുടെ വീടിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഒരു വലിയ സന്ദേശമായിട്ടാണ് ഇവിടെ കൈമാറുന്നത്. 2 ദിവസത്തേക്കാണ് ചായപ്പീടിക ചാലഞ്ച് ആരംഭിച്ചത്. അതിനൊപ്പം ചപ്പാത്തിയും ചിക്കനും ചാലഞ്ച്, മീൻ വിൽപ്പന ചാലഞ്ച്, സ്ക്രാപ്പ് കളക്ഷൻ തുടങ്ങിയ വൈവിധ്യ പരിപാടികളും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടന്നുവരികയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.